ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്കൊരു ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ ഇഷ്ടമുള്ള എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാമോളം എല്ലില്ലാത്ത ഫ്ലഷുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഈ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകണ്ടേ, ഈ ഒരു പാകത്തിനെടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോടെ ചേർത്ത് കൊടുക്കുന്നുള്ളേ. നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണേ. പൊടികളൊന്നും അധികമായി പോകണ്ട കേട്ടോ, ഈ ഒരു അളവിൽ മാത്രം മതിയേ. ഉപ്പ് ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രെഡിൽ ഉപ്പുള്ളതാണ്. നന്നായിട്ട് ഇതുപോലെ അരഞ്ഞു വരുമ്പോഴേ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണേ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഈ സമയത്ത് കൺസിസ്റ്റൻസി ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടായി പോരുത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളേ. ഇവിടെ എനിക്കിത് ഓക്കെയാണ്, എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി നമ്മളിപ്പം കുഴച്ച് മാറ്റി വെച്ച ആ മാവ് ഇതിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ പരത്തി കൊടുക്കണേ. പരത്തുന്നത് ഒരുപാട് തിന്നായിട്ടും പോകണ്ട, ഒരുപാട് കട്ടിയിലും പരത്തരുത്. ഞാൻ പക്ഷേ ഇവിടെ കുറച്ച് തിന്നായിട്ടാണ് പരത്തുന്നത് കേട്ടോ, കാരണം ഇവിടെ എല്ലാവർക്കും അങ്ങനെ കഴിക്കാനായിട്ടാണ് ഇഷ്ടമേ, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നഗറ്റ്സ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കുന്നേക്കാളും കുറച്ചുകൂടെ കട്ടിയിൽ പരത്തിയെടുക്കണേ. ഞാനിപ്പോൾ ഈ ഒരു കട്ടിയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിലെടുക്കാം, ഒരുപാട് കൂടി പോകണ്ടേ, ഇല്ലെങ്കിൽ ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഇനി ഇതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. ആ സമയത്തേക്ക് ഒരു 5 ബ്രെഡ് പൊടിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. നല്ല രുചിയുള്ള ചിക്കൻ മസാല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക രുചിയിലായിരിക്കാം നമുക്ക് കിട്ടുന്നത്. ബ്രെഡ് ക്രംസ് ഒരുപാട് റോസ്റ്റായി പോകണ്ട, അതിൻ്റെ പച്ച രുചി മാറി കിട്ടിയാൽ മാത്രം മതിയേ. ബ്രെഡ് നമുക്ക് സൈഡ് ഭാഗം കളഞ്ഞ് വേണമെങ്കിലും എടുക്കാം, കളയാതെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കാവേ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണേ. കൂടാതെ ഒരു 2-3 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണേ. പാല് നിർബന്ധമില്ല, മുട്ട കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് പാലും കൂടെ ചേർക്കുന്നത്. അപ്പോഴേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാകാൻ മാറ്റി വെച്ച ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഈ ടൈം ആകുമ്പോഴത്തേക്കും നമുക്കത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ, പൊട്ടിപ്പോകാതെ തന്നെ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണേ. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇല്ലേ, ആ ബ്രെഡിലേക്കും നമ്മൾ ഇതിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള മാത്രമേ എടുത്തിട്ടുള്ളേ. ബാക്കി നമുക്കിപ്പോൾ വേണ്ടെങ്കിലേ ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. കുറച്ചധികം നാളിരിക്കും, എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തതല്ലേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കി എടുക്കാവേ. ഈ എണ്ണയെ മാക്സിമം റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം വെളിച്ചെണ്ണ എടുത്താലേ അതിൻ്റെ ഒരു രുചി നമ്മുടെ നഗറ്റ്സിനുണ്ടാവുക. അതുകൊണ്ടാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നമ്മൾ നഗറ്റ്സ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേ. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ അകം വേവാതെ പോകുവേ. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴേ ഇതിനൊരു ചെറിയൊരു ഓറഞ്ച് കളർ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ. കാരണം അവർ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഫുഡ് കളറൊക്കെ ചേർക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ അത് ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. പക്ഷെ ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്